നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സംവാദം സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് കാസർഗോഡ് പ്രസ് ക്ലബ്ബും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി. ജില്ലയിൽ വൻ പാൻ മസാല വേട്ട. എക്സൈസ് സംഘം പിടിച്ചെടുത്തത് 372 പാക്കറ്റ് പാൻ മസാലകളും 2.5 കിലോ പുകയിലോൽപ്പന്നങ്ങളും. യോഗ നടപടികൾ ഓൺലൈനാക്കിയ ആദ്യ ജില്ല എന്ന അംഗീകാരവുമായി കാസർഗോഡ്. ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഉബൈദ് അനുസ്മരണവുമായി കാസർഗോഡ് സാഹിത്യവേദി. കവിയരങ്ങിലും അനുസ്മരണ യോഗത്തിലും പങ്കെടുത്തത് നിരവധി പേർ. KSRTC ജീവനക്കാരോടുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ. സെപ്റ്റംബർ മാസത്തെ ശമ്പളം ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യം. ഗാന്ധി സ്മൃതിയിൽ നാടും നഗരവും. വൈവിധ്യമായ പരിപാടികളുമായി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ. തേജസ്വിനിയെ ആവേശക്കടലാക്കി ഉത്തര മലബാർ ജലോത്സവം. മഹാത്മാഗാന്ധി ട്രോഫിക്ക് മുത്തമിട്ടത് അഴീക്കോടൻ അച്ചാംതുരുത്തി. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിന് രൂപരേഖയുമായി ടേബിൾ ടോക്ക്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, പ്രസ് ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വട്ടമേശ ചർച്ച സംഘടിപ്പിച്ചത്. വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിൽ സമഗ്ര വികസനത്തിനായുള്ള രൂപരേഖ തയ്യാറാക്കാനാണ് ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചത്. കാസർഗോഡ് പ്രസ് ക്ലബ്ബും ജില്ലാ ഇൻഫർമേഷൻ വകുപ്പും ചേർന്നാണ് ടേബിൾ ടോക്കിന് വേദിയൊരുക്കിയത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രതിനിധികളും വികസന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. 40 വർഷക്കാലത്തെ പഴക്കമുണ്ട് പദ്ധതികൾക്ക്. അവയൊന്നും പൂർത്തീകരിക്കുന്നില്ല എന്നത് വളരെ ഗൗരവതരമായി കാണേണ്ടുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടുന്ന വിഷയങ്ങളിലേക്ക് സർക്കാരിന് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ, അതുപോലെ പൊതുപ്രവർത്തകന്മാർ, മാധ്യമപ്രവർത്തകർ, അവരുടെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ടേബിൾ ടോക്ക് സഹായിച്ചിട്ടുണ്ട്. കാസർഗോട്ടേക്ക് നിയമിതരാകുന്ന ഉദ്യോഗസ്ഥർ വർക്കിംഗ് അറേഞ്ച്മെന്റ് പ്രകാരം സ്ഥലം മാറ്റം വാങ്ങിപ്പോകുന്നത് അവസാനിപ്പിച്ചാൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം വരുമെന്നായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തവരുടെ പൊതുവികാരം. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വളരെ വേഗത്തിൽ നടപ്പിലാക്കാവുന്ന വികസന നിർദ്ദേശങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. ചർച്ചയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ജില്ല അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് ബന്ധപ്പെട്ട വിദഗ്ധരുമായി ഇന്ന് ഇവിടെ പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അവരിവിടെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികളുടെ കൂടി അഭിപ്രായങ്ങൾ ചേർത്ത് ക്രോഡീകരിച്ച് ഇത് സർക്കാരിന് സമർപ്പിക്കുന്നതാണ്. ഇത് വെറും സമർപ്പിച്ചതോടുകൂടി ഇവിടെ അവസാനിക്കുകയല്ല, ഇത് അതിൻ്റെ ഫോളോ അപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ചടങ്ങിൽ മുഖ്യാതിഥിയായി. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ട്രഷറർ MO വർഗീസ് മോഡറേറ്ററായി. BRDC മാനേജിംഗ് ഡയറക്ടർ TK മൻസൂർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി EP രാജ്മോഹനൻ, പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ അംബിക സുധൻ മാങ്ങാട്, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ PV കൃഷ്ണകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PC സുബൈദ, പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, രവീന്ദ്രൻ രാവണേശ്വരം, മുജീബ് അഹമ്മദ്, അശോകൻ കുനിയേരി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ജില്ലയിൽ ഓപ്പറേഷൻ ഭായയുടെ ഭാഗമായി നിരോധിത പാൻ മസാലകളടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളികളായ 6 പേരെ അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച എക്സൈസ് അധികൃതർ നടത്തിയ റെയ്ഡിൽ 2.5 കിലോ പുകയില ഉൽപ്പന്നങ്ങളും 372 പാൻ മസാലകളുമാണ് പിടിച്ചെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് UP സ്വദേശികളായ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. സുരേഷ്, ഡോർജിയാൻ, ഓംപ്രകാശ്, ഹരികേഷ്, സാഹിബ് ചൗഹാൻ, കാശി യാദവ് എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. 6 കടകളിൽ നിന്നുമാണ് പാൻ മസാലകളും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് UP സ്വദേശികളായ 6 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അധികൃതരുടെ നിഗമനം. സംസ്ഥാന വ്യാപകമായി ഇന്നലെ മുതൽ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ ഭായ് എന്ന പരിപാടിയുടെ ഭാഗമായി ഇന്നലെ കാഞ്ഞങ്ങാട് ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 372 പാക്കറ്റ് ഹാൻസും 2.5 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. 6 അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തുടർന്നും ഈ പരിപാടി ഇന്നും ഉണ്ടായിരിക്കും. കേരളത്തിൽ ഇന്ന് യുവതലമുറയെ
ഏറ്റവും ദൂഷ്യങ്ങളുണ്ടാക്കുന്ന ഈ പുകയില ഉൽപ്പന്നങ്ങൾ, ഹാൻസ്, പാൻപരാഗ് തുടങ്ങിയവ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇന്ന് കൂടുതലും ഇവിടെ കൊണ്ടുവരുന്നത്. അവരുടെ ക്യാമ്പുകൾ പരിശോധിക്കാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലങ്ങളും പ്രത്യേകം നിരീക്ഷിക്കുന്നതും ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ വരവ് നിയന്ത്രിക്കുകയും ഈ യുവതലമുറയെ ഈ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഉളവാക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുകയും അവരുടെ ഉപയോഗം നിയന്ത്രിക്കുകയും ചെയ്യുക എന്നാണ് ഈ ഓപ്പറേഷൻ ഫായി എന്ന പരിപാടിയുടെ ഉദ്ദേശം. യുവാക്കളെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് പാൻ മസാല കടകളിൽ എത്തിക്കുന്നത്. CIP ബാബു, പ്രിവന്റീവ് ഓഫീസർ ബാലകൃഷ്ണൻ, സിവിൽ ഓഫീസർമാരായ മനോജ്, രാജൻ, രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് ലക്ഷക്കണക്കിന് പാൻ മസാലകളാണ് എത്തിക്കുന്നത്. എക്സൈസിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാറില്ലെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ഇത്രയും നിരോധിത പാൻ മസാലകളും പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തത് എന്നും ശ്രദ്ധേയമാണ്. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന യോഗ നടപടികൾ ഇനി മുതൽ പൂർണ്ണമായും ഓൺലൈനിൽ ലഭ്യമാകും. ഇതോടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ യോഗ നടപടികൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ല എന്ന നേട്ടം കാസർഗോഡിന് സ്വന്തമായി. പദ്ധതിയുടെ പ്രഖ്യാപനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. സകർമ്മ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഡിജിറ്റൽ പ്രക്രിയയിലേക്കുള്ള ചുവടുമാറ്റം. അജണ്ട തീരുമാനിക്കുന്നത് മുതൽ യോഗ നടപടികൾ വരെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറും. ഡിജിറ്റൽ പ്രക്രിയ പഞ്ചായത്തുകളിലേക്കും ജില്ലാ, ബ്ലോക്ക്, നഗരസഭകളിലും ലഭ്യമാക്കും. എല്ലാ അംഗങ്ങൾക്കും ഇത് തങ്ങളുടെ മൊബൈലിലൂടെ കാണാനും കഴിയും. മുഴുവൻ പ്രാദേശിക സർക്കാരുകളും ഡിജിറ്റലൈസ്ഡ് മീറ്റിംഗ് സിസ്റ്റം ആവുന്ന ആദ്യ ജില്ല കാസർഗോഡ് എന്ന പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. പ്രാദേശിക ഭരണകൂടങ്ങൾ സുതാര്യവും അഴിമതിരഹിതവുമായി പ്രവർത്തിക്കുന്നതിന് കാസർഗോഡിന്റെ പ്രവർത്തനം മറ്റു ജില്ലകളിലേക്ക് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 38 പഞ്ചായത്തുകൾ നമുക്കുണ്ട്, 6 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, നമുക്ക് ജില്ലാ പഞ്ചായത്തും, നമുക്ക് 3 മുനിസിപ്പൽ ഭരണപ്രദേശങ്ങളുണ്ട് നമ്മുടെ ജില്ലയിൽ. ഈ പറയുന്ന പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന എല്ലാം ഓരോ ഗവൺമെന്റുകൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അവരെ പരസ്പരം ബന്ധപ്പെടുത്താനും അവരുടെ കാര്യങ്ങളെല്ലാം അവർക്കും ലോകത്തും നമുക്കും ആർക്കും എപ്പോഴും ഇരുന്നിടത്ത് വെച്ച് അറിയാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജില്ലയായി കാസർഗോഡ് ജില്ല മാറുകയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മുഴുവൻ പ്രാദേശിക സർക്കാരുകളും ഡിജിറ്റലൈസ്ഡ് മീറ്റിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി കാസർഗോഡ് ജില്ലയെ നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കില കോഴ്സ് ഡയറക്ടർ ഡോക്ടർ JV രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ യോഗ നടപടികൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൽ മികവ് കാട്ടിയ കാരടുക്ക, കയ്യൂർ, ചീമേനി, അജാനൂർ പഞ്ചായത്തുകൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉപഹാരം നൽകി. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് A ജലീൽ, സെക്രട്ടറി രാജു കട്ടക്കയം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ M ഗൗരി, VP ജാനകി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി EP രാജ്മോഹൻ, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കവിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന T ഉബൈദ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കാസർഗോഡ് സാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭ വനിതാ ഭവൻ ഹാളിലായിരുന്നു അനുസ്മരണ സമ്മേളനം നടന്നത്. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി കവിയരങ്ങും സംഘടിപ്പിച്ചു. ഉബൈദിന്റെ രചനകളും ഓർമ്മകളും ഉൾപ്പെടുത്തി TK അബ്ദുള്ള കുഞ്ഞി എഡിറ്റ് ചെയ്ത് മോയിൻകുട്ടി വൈദ്യർ സ്മാരക അക്കാദമി പുറത്തിറക്കിയ T ഉബൈദ് രചനകൾ, ഓർമ്മകൾ, പഠനങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും നടന്നു. പ്രശസ്ത കവി രാധാകൃഷ്ണൻ പെരുമ്പള പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉബൈദ് എന്ന് പറയുന്ന മഹാനായ കവി ഈ നഗരത്തിൻ്റെ ഓരോ മൂലയിലും തെരുവോരങ്ങളിലും ഇതിൻ്റെ പരിസരങ്ങളിലെ നാട്ടുപാതകളിലും ഒരു കവി എന്ന നിലയിൽ അലഞ്ഞു നടന്ന ഉബൈദ് ഒരുപക്ഷെ അക്കാലങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് ആർക്കും മതിപ്പുണ്ടായിരുന്നിരിക്കില്ല. ഒരു ഭ്രാന്തനെ പോലെ, ഒരു വിഡ്ഢിയെപ്പോലെ അദ്ദേഹത്തെ ആക്ഷേപിച്ചവരുണ്ടാകും. പക്ഷെ ഒരു കവിയുടെ ജീവിതം അദ്ദേഹം ജീവിച്ചിരുന്നു. കവിയരങ്ങിൽ ജില്ലയിലെ പ്രമുഖ കവികൾ പങ്കെടുത്തു. പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച പുസ്തകം ഏറ്റുവാങ്ങി. TK അബ്ദുള്ള കുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി. KSRTC ജീവനക്കാർക്ക് സെപ്റ്റംബർ മാസത്തെ ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ ധർണാ സമരം സംഘടിപ്പിച്ചു. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ INTUC നേതൃത്വത്തിലാണ് സമരം നടത്തിയത്.
KSRTC കാസർഗോഡ് ഡിപ്പോ പരിസരത്താണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ നടന്ന പരിപാടി കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനത്തെ എങ്ങനെ കമ്പനിയാക്കാം, എങ്ങനെ സ്വകാര്യവൽക്കരിക്കാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഈ 4 മാസം മുമ്പ് അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ നയം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ ഉള്ളപ്പോൾ അതിന് മുമ്പത്തെ ഇടതുപക്ഷ സർക്കാർ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ശമ്പളം നേരാവണ്ണം കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ നിന്നും UDF അധികാരത്തിൽ വന്നപ്പോൾ കൃത്യമായ ശമ്പളവും പെൻഷനും കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയും പ്രസിഡന്റ് വി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ജീവനക്കാരും കേന്ദ്ര ജീവനക്കാർ മുതൽ അംഗനവാടി ജീവനക്കാർ വരെ നേടിയെടുത്ത ശമ്പള പരിഷ്കരണം KSRTC തൊഴിലാളികൾക്ക് മാത്രം നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. KSRTC ജീവനക്കാരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയും സെപ്റ്റംബർ മാസത്തെ ശമ്പളം ലഭിക്കാത്തതിനെതിരെയുമാണ് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ നേതൃത്വത്തിൽ സമരം നടത്തിയത്. INTUC ജില്ലാ ഭാരവാഹികളായ MV വിജയൻ, PV ഉദയകുമാർ, വേണുഗോപാലൻ, ഗംഗാധരൻ നായർ, പുരുഷോത്തമൻ, ശരത് കുമാർ, സുനിൽകുമാർ, കുഞ്ഞമ്പു, PK ഷംസുദ്ദീൻ, KC വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. ക്ലബ്ബുകളുടെയും ലയൺസ് ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കാട് കയറിയും മാലിന്യം കുമിഞ്ഞും ഇഴജന്തുക്കളുടെയും തെരുവുനായ്ക്കളുടെയും താവളമായി മാറിയിരുന്ന നഗരസഭ റോഡും പരിസരവും വിദ്യാനഗർ ലയൺസ് ക്ലബ്ബ് പ്രവർത്തകർ ശുചീകരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു. കാടുകൾ വെട്ടിമാറ്റി മാലിന്യം നീക്കം ചെയ്തു. മാലിന്യം തള്ളുന്നത് തടയുന്നതിന് 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ലയൺസ് ക്ലബ്ബ് പ്രവർത്തകർ അറിയിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രശാന്ത് ജി നായർ, അഡ്വക്കേറ്റ് K വിനോദ് കുമാർ, K സുശീൽ കുമാർ, A പ്രഭാകരൻ നായർ, പ്രസീത മനോഹരൻ, സവിത കോടോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുഡ് മോർണിംഗ് കാസർഗോഡിന്റെ നേതൃത്വത്തിൽ വിദ്യാനഗറിലെ നഗരസഭാ സ്റ്റേഡിയം ശുചീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ഹാരിസ് ചൂരി അധ്യക്ഷത വഹിച്ചു. ബാലൻ ചെന്നിക്കര, K പവിത്രൻ എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി ദിനമായ ഞായറാഴ്ചയാണ് വിവിധ ക്ലബ്ബുകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തി ദിനമായ ഞായറാഴ്ചയായിരുന്നു പരിപാടി നടന്നത്. DCC ഓഫീസിൽ നടന്ന അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് CK ശ്രീധരൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. KPCC സെക്രട്ടറി K നീലകണ്ഠൻ, KPCC നിർവാഹക സമിതി അംഗം PA അഷ്റഫ് അലി, PK ഫൈസൽ, അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ, വിനോദ് കുമാർ പള്ളയിൽ വീട്, MC പ്രഭാകരൻ, K ഖാലിദ്, G നാരായണൻ എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശുചിത്വ വികസന വാരാചരണത്തിന് തുടക്കമായി. ഒരാഴ്ച നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ലോകത്ത് ഏറ്റവും ഉയർന്ന ശുചിത്വ രാജ്യമാക്കി മാറ്റുക എന്ന ഒരു പരിവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ഒരു യജ്ഞത്തിലാണ്. നമുക്കറിയാം, ശുചിത്വമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അതിർത്തി ബ്ലോക്ക് പഞ്ചായത്താണ്, അതിർത്തി പ്രദേശമാണ്. ഒരു ശുചിത്വം ഇല്ലാത്തതിൻ്റെ ദുരന്തവും ഇതെങ്ങനെ ഈ നാടിനെ ശുചീകരണത്തിലേക്ക് നയിക്കുമെന്നുള്ള ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും ആശങ്കയൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്നു എന്നല്ലാതെ നമുക്കൊരു പരിഹാരം കാണാൻ കഴിയുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KR ജയാനന്ദ അധ്യക്ഷത വഹിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരം ശുചീകരിച്ചു. തുടർന്ന് മഞ്ചേശ്വരം ആശുപത്രിയിലും പരിസരവും ശുചീകരിക്കുകയുണ്ടായി. BDO അബ്ദുള്ള, മെമ്പർ സൈറ ബാനു, മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജ് NSS പ്രോഗ്രാം കോർഡിനേറ്റർ ലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ശുചിത്വ വാരാചരണം ഒരാഴ്ച നീണ്ടുനിൽക്കും. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മജി ജന്മദിനത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അനുസ്മരണത്തിന് മുന്നോടിയായി പുഷ്പാർച്ചനയും നടന്നു. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ഞായറാഴ്ചയായിരുന്നു പരിപാടി നടന്നത്. അനുസ്മരണ യോഗം KPCC നിർവാഹക സമിതി അംഗം PA അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് G നാരായണൻ അധ്യക്ഷത വഹിച്ചു. R ഗംഗാധരൻ, ബ്ലോക്ക് പ്രസിഡന്റ് K ഖാലിദ്, ഉസ്മാൻ കടവത്ത്, ഉമേഷ് അണങ്കൂർ,
PK വിജയൻ, മനാഫ് നുള്ളിപ്പാടി, സുകുമാരൻ അരമങ്ങാനം, CG ടോണി എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിവിധ പരിപാടികളോടെ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. വെങ്കിടേഷ് റാവുവും ശാന്തിസേന ഫൗണ്ടേഷനും കൃഷി വിജ്ഞാന കേന്ദ്രവും സംയുക്തമായാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. രാവിലെ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പരിപാടികൾ ആരംഭിച്ചത്. കാർഷിക സർവകലാശാല ഉത്തരമേഖല കൃഷി വിജ്ഞാന വ്യാപന മേധാവി ഡോക്ടർ K. അബ്ദുൽ കരീം നേതൃത്വം നൽകി. തുടർന്ന് അസഹിഷ്ണുതയും ഗാന്ധിയൻ ചിന്തയും എന്ന വിഷയത്തിൽ മംഗളൂരു സർവകലാശാലയിലെ പ്രൊഫസർ N. പട്ടാഭിരാമ സോമയാജി മുഖ്യപ്രഭാഷണം നടത്തി. അതെല്ലാവരുടെയും അതിനുള്ള ഒരു അംഗീകാരം ഉണ്ടാകണം. ഈ പ്രദേശത്തെ ഭൂരിപക്ഷം ആൾക്കാരും അതിനോട് സമ്മതമുണ്ടെങ്കിൽ അതിന് റെസൊല്യൂഷനാക്കി പ്രമേയമാക്കി മാറ്റി കാർഷിക സർവകലാശാലകൾ അയച്ചു കൊടുക്കണമെന്നുകൂടി മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടായി. ഗാന്ധി ജയന്തി ദിനാഘോഷത്തിൽ പങ്കെടുത്തവർക്ക് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം വൃക്ഷത്തൈ വിതരണം ചെയ്തു. വോർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BA അബ്ദുൾ മജീദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹർഷാദ് വോർക്കാടി, SJ ദിവാകർ, N. ശിവപ്രസാദ്, ഉമർ ബോർക്കള എന്നിവർ സംബന്ധിച്ചു. തേജസ്വിനിയുടെ ഓളങ്ങളിൽ ആവേശത്തിരകൾ ഉയർത്തി ഉത്തര മലബാർ ജലോത്സവം. മന്ത്രി E. ചന്ദ്രശേഖരൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ മത്സരങ്ങളിൽ അവസാനത്തേതായിരുന്നു തേജസ്വിനി എന്ന് വിളിക്കുന്ന കാര്യംകോട് പുഴയിൽ നടന്നത്. ഞായറാഴ്ചത്തെ അവധി ദിനം കാലാവസ്ഥ കൂടി അനുകൂലമായതോടെ ആയിരങ്ങളാണ് കാണികളായി തുഴച്ചിൽക്കാർക്ക് ആവേശം പകരാൻ പുഴയോരത്തെത്തിയത്. മന്ത്രി E. ചന്ദ്രശേഖരൻ ഉത്തര മലബാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടി വിജയകരമായി നടത്തുന്നതിന്റെ ഭാഗമായി ആയിരക്കണക്കായ ആളുകളാണ് ആവേശപൂർവ്വം നമ്മുടെ തേജസ്വിനി പുഴയുടെ ഇരു കരകളിലേക്കും വൈകുന്നേരമാകുമ്പോൾ എത്തിച്ചേരുക. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും. സാധാരണഗതിയിൽ മത്സരം ഒന്ന് ഉണരുമ്പോൾ, മത്സരവേദി ഉണരുമ്പോൾ ആയിരക്കണക്കായ ആളുകൾ പല കേന്ദ്രങ്ങളിൽ നിന്നും കൂടെ എത്തിച്ചേരുന്നു. അവർ വളരെ ആവേശപൂർവ്വം ഈ മത്സര വേദികളെ സജീവമാക്കത്തക്ക ഇടപെടലുകൾ നടത്തുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. K. കുഞ്ഞിരാമൻ അധ്യക്ഷനായിരുന്നു. ചെറുവത്തൂർ പഞ്ചായത്ത്, നീലേശ്വരം നഗരസഭ, ജില്ലാ ടൂറിസം കൗൺസിൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ സംഘാടക സമിതിയാണ് ഉത്തര മലബാർ ജലോത്സവത്തിന് ചുക്കാൻ പിടിച്ചത്. M. രാജഗോപാലൻ MLAയും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സ്വാഗതം പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ നടുഭാഗം ചുണ്ടിനു വേണ്ടി തുഴയെറിഞ്ഞവരുടെ ക്ലബ്ബുകളെ ചടങ്ങിൽ നീലേശ്വരം നഗരസഭാ ചെയർമാൻ KP ജയരാജൻ ആദരിച്ചു. ജലഘോഷയാത്രയോടെയായിരുന്നു ജലോത്സവത്തിന് തുടക്കമിട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. നാരായണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഘോഷയാത്രയിലെ പങ്കാളിത്തം പ്രതീക്ഷിച്ച പോലെ ഉണ്ടായിരുന്നില്ല. കണിയാട തണൽ പുരുഷ സ്വയം സഹായ സംഘം 1-ാം സ്ഥാനവും ബാലസംഘം ചെറുവത്തൂർ വില്ലേജ് കമ്മിറ്റി 2-ാം സ്ഥാനവും നേടി. നീണ്ട 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും കിരീടം. പഴയ ജലരാജാക്കന്മാരായ അഴീക്കോടൻ അച്ചാംതുരുത്തി മഹാത്മാഗാന്ധി ട്രോഫിക്ക് മുത്തമിട്ടു. 25 പേർ തുഴയും മത്സരത്തിൽ AKG മയിച്ചയെ 2-ാം സ്ഥാനത്തേക്ക് തള്ളിയാണ് അഴീക്കോടൻ കിരീടമുറപ്പിച്ചത്. 15 പേർ തുഴയും വള്ളംകളി മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ കൃഷ്ണപിള്ള കാവുംചിറയും, വനിതകളിൽ AKG മയിച്ചയും 1-ാം സ്ഥാനക്കാരായി. ജലോത്സവത്തിന്റെ ഭാഗമായി 15 പേർ 25 പേർ തുഴയുന്ന പുരുഷന്മാരുടെ മത്സരവും വനിതകളുടെ മത്സരവുമാണ് നടന്നത്. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏറ്റവും വാശിയോടെ നടന്നത് 25 പേർ തുഴയുന്ന വള്ളങ്ങളുടെ മത്സരമായിരുന്നു. ജലകണ്ടങ്ങൾ ചില്ലിൻ കഷ്ണങ്ങൾ പോലെ ചിന്നിച്ചിതറി തെറിപ്പിച്ചുകൊണ്ട് തുഴകൾ വായുവിൽ വട്ടം കറക്കി ആഞ്ഞു തുഴഞ്ഞുകൊണ്ട് നിർണയിച്ച ട്രാക്കിലൂടെ ചുണ്ടൻ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചപ്പോൾ ഓരത്തുനിന്നും തടിച്ചുകൂടിയ ജലോത്സവ പ്രേമികൾ ചുണ്ടൻ വള്ളങ്ങളെ ആർപ്പുവിളികളോടെ പ്രോത്സാഹിപ്പിച്ചു. കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ഫിനിഷിംഗ് പോയിന്റിലെത്തിയത് 8 വർഷങ്ങൾക്കു ശേഷം തുഴയേന്തുന്ന അഴീക്കോടൻ അച്ചാംതുരുത്തിയുടെ ചുണക്കുട്ടികളായിരുന്നു. AKG മയിച്ച തൊട്ടു പിന്നാലെയെത്തി 2-ാം സ്ഥാനക്കാരായി. പഴയ ജലരാജാക്കന്മാരോട് വീണ്ടും മത്സരിക്കാനിറങ്ങുമെന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ട നാട്ടുകാർക്ക് അഴീക്കോടൻ എത്തിച്ചു കൊടുക്കുന്നത് ഉത്തര മലബാർ ജലോത്സവത്തിലെ മഹാത്മാഗാന്ധി ട്രോഫി. 15 പേർ തുഴയും മത്സരത്തിൽ കൃഷ്ണപിള്ള കാവുംചിറയാണ് 2-ാം സ്ഥാനം നേടിയത്. വനിതകളുടെ മത്സരവും ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. AKG മയിച്ച 1-ാമതെത്തിയപ്പോൾ കൃഷ്ണപിള്ള കാവുംചിറ 2-ാം സ്ഥാനം നേടി. സമാപന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ ജീവൻ ബാബു വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. ഭരണകൂട ഭീകരതയ്ക്കെതിരെ നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ദളിത്, ന്യൂനപക്ഷ, പിന്നോക്ക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലും അപകടം തുടരുകയാണ് ഈ സംഭവങ്ങൾ. പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ, CT അഹമ്മദ് അലി, A അബ്ദുൾ റഹ്മാൻ, PB അബ്ദുൾ റസാഖ് MLA, കല്ലട്ര മാഹിൻ ഹാജി, KM ഷംസുദ്ദീൻ ഹാജി, KEA ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് നഗരത്തിൽ സ്ഥാപിച്ച സമാധാന സന്ദേശഫലകം അനാച്ഛാദനം ചെയ്തു. കാസർഗോഡ് റോട്ടറി ക്ലബ്ബാണ് കൂറ്റൻ സന്ദേശഫലകം സ്ഥാപിച്ചത്. ജില്ലയുടെ വികസനം സമാധാനത്തിലൂടെ എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി സ്ഥാപിച്ച സന്ദേശഫലകം ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് അനാച്ഛാദനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് വിനയ്, സെക്രട്ടറി AC ജോഷി, M ദിനേശ്, ഡോക്ടർ ഹരികൃഷ്ണൻ നമ്പ്യാർ, ഡോക്ടർ M ശ്രീധർ റാവു, അഡ്വക്കേറ്റ് KN ഷെട്ടി, ഡോക്ടർ ജനാർദ്ദന നായിക്, ജയപ്രകാശ്, ജെയ്സൺ ജേക്കബ്, ഗോകുൽ ചന്ദ്രബാബു, MK രാധാകൃഷ്ണൻ, ദിനകർ റായ്, NS പിള്ള, ഗംഗാധരൻ നായർ, ഗോപകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലയിലെ ക്രഷറുകൾ ഒക്ടോബർ 4-ന് അടച്ചിട്ടുകൊണ്ട് ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ കൈക്കൊള്ളുന്ന നയത്തിലും കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് കാരണവും ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന കരിങ്കൽ മേഖലയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒക്ടോബർ 4 ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തുന്നതെന്ന് ജില്ലാ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്യോഗസ്ഥരുടെ പിടിവാശി കാരണം ക്വാറികളുടെ പ്രവർത്തനം സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പതിനായിരക്കണക്കിന് വരുന്ന കോറി തൊഴിലാളികളുടെ ഉപജീവനമാർഗം, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ നിർമ്മാണ മേഖലയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത വസ്തു എന്നുള്ള നിലയ്ക്ക് ഈ കരിങ്കൽ മേഖലയിലെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്തവും ജില്ലാ ഭരണകൂടത്തിന് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്നാണ് കാസർഗോഡ് ജില്ലാ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ്റെ ആവശ്യം. വാർത്താസമ്മേളനത്തിൽ BM സാദിഖ്, ഹനീഫ നെല്ലിക്കുന്ന്, ഫറൂഖ് കാസ്മി, കുമാരൻ മഠത്തിൽ, സാജൻ എന്നിവർ പങ്കെടുത്തു. കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാനവ സൗഹൃദ സംഗീതയാത്ര സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് മാനവ സൗഹൃദ സംഗീതയാത്ര ആരംഭിച്ചത്. റോട്ടറി ക്ലബ്ബ് കാസർഗോഡ്, റോട്ടറി ഇന്ററാക്ട് ക്ലബ്ബ്, GHSS പരവനടുക്കം, ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സും സംയുക്തമായാണ് മാനവ സൗഹാർദ്ദ സംഗീതയാത്ര നടത്തിയത്. കാസർഗോഡ് നിന്നും തുടങ്ങി മഞ്ചേശ്വരത്ത് അവസാനിക്കുന്ന യാത്രയുടെ ഉദ്ഘാടനം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ കലക്ടർ K ജീവൻ ബാബു IAS ഫ്ലാഗ് ജാഥ ലീഡർ ഡോക്ടർ ഹരികൃഷ്ണൻ നമ്പ്യാർക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. നമ്മളുടെ മറ്റ് നഗരങ്ങളും മറ്റ് ജില്ലകളുമെല്ലാം വികസനത്തിൻ്റെ പുതിയ പാതകളിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് ജില്ല കൂടി സമാധാനത്തിൻ്റെ പാതയിൽ വികസനമാണ് ഏറ്റവും വലിയ മറുമരുന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ട സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള സംഗീതയാത്ര നമ്മൾ നടത്തുന്നത്. റോട്ടറി ക്ലബ്ബ് കാസർഗോഡ് പ്രസിഡന്റ് വിനയ് K അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MT ദിനേശ്, ക്ലബ്ബ് സെക്രട്ടറി ജോഷി, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ MS പ്രദീപ്, DDE മഹാലിംഗേശ്വര രാജു, GHSS പരവനടുക്കം ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് ലീഡർ ശ്രീനിവാസൻ B, ജെയ്സൺ ജേക്കബ്, ഗോകുൽ ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. 63-ാം ജന്മദിനമാണ് വിവിധ പരിപാടികളോടെ ആചരിച്ചത്. ചടങ്ങിന്റെ ഭാഗമായി മാതാ അമൃതാനന്ദമയിയുടെ ശിഷ്യൻ സ്വാമി അമൃത കൃപാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി പരിപാടികൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഗുരുവുമായിട്ടൊക്കെ ചമയുന്നതിലൂടെയാണ് പലർക്കും അപകടം സംഭവിക്കുന്നത്. പക്ഷേ ആ സിദ്ധികളൊക്കെ കടന്നാണ്, ഈ പ്രതിബന്ധങ്ങളൊക്കെ കടന്നാണ് ഒരാൾ സാക്ഷാത്കാരം എന്ന ആത്മസാക്ഷാത്കാരം എന്ന പദവിയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ എത്രയോ പേർക്ക് അങ്ങനെയുള്ള ഒരുപക്ഷെ മഹാത്മാക്കളും അവരിൽ ഒരു
വിശ്വാസത്തിന്റെ തുടക്കം ഉണ്ടാകുവാൻ ഉത്ഭവങ്ങൾ കാണിക്കുവാനും ഉണ്ടാവാം. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുപാദ പൂജ, ഭജന, ആരതി എന്നിവ സംഘടിപ്പിച്ചു. കാസർഗോഡ് അമൃതാനന്ദമയി മഠത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. അമൃതാനന്ദമയിയുടെ നിരവധി ഭക്തർ പരിപാടികളിൽ സംബന്ധിച്ചു. വൊർക്കാടി ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നിരവധി പേർ മെഡിക്കൽ ക്യാമ്പിലെത്തി രോഗനിർണയം നടത്തി. വൊർക്കാടി ചർച്ച് ഫാദർ ഫ്രാൻസിസ് റോഡ്രിഗൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ബദറിനാഥ് അധ്യക്ഷത വഹിച്ചു. എല്ല്, കണ്ണ്, ത്വക്ക്, പല്ല് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഡോക്ടർ നാസർ ഹുസൈനി, സിസ്റ്റർ വിഭാന, സിസ്റ്റർ ജെറോസ, സിസ്റ്റർ പ്രസീല, രവീണ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൊതുമേഖലാ ബാങ്കുകളിൽ നടപ്പാക്കിയ പെൻഷൻ പദ്ധതി ഗ്രാമീണ ബാങ്കുകളിലും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടത്തി. സിവിൽ സ്റ്റേഷന് മുമ്പിലായിരുന്നു സത്യാഗ്രഹം നടത്തിയത്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ കേസ് പിൻവലിച്ച് എത്രയും പെട്ടെന്ന് പെൻഷൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഗ്രാമീണ ബാങ്ക് റിട്ടയർഡ് ജീവനക്കാർ കാസർഗോഡ് സിവിൽ സ്റ്റേഷന് മുൻപിൽ സത്യാഗ്രഹം നടത്തിയത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. നിലവിൽ പാസാക്കിയ 17 നിയമങ്ങൾ രാജ്യത്തെ പണിയെടുക്കുന്ന തൊഴിലാളി കൊടുക്കാതിരിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം BJPക്ക് ഭൂരിപക്ഷമുള്ള നിയമസഭക്കകത്ത് സംസ്ഥാന ഗവൺമെന്റുകൾ കൊണ്ട് പാസാക്കിച്ച് അത് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് നയമാക്കി മാറ്റാൻ ആവശ്യമായ തന്ത്രമാണ് ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി രാജ്യത്തെ ഗവൺമെന്റ് നടപ്പാക്കുന്നത്. ഒരു നിയമഭേദഗതി അവസാനിക്കുന്നില്ല. അവർ പറയുന്നത് 100 തൊഴിലാളികളെ പണിയെടുക്കുന്ന സ്ഥാപനം അടച്ചുകൊള്ളണമെങ്കിൽ ഗവൺമെന്റ് അനുമതി വേണം. പുതിയ നിയമ ഭേദഗതി പറയുന്നത് 300 തൊഴിലാളികളെ പണിയെടുക്കുന്ന സ്ഥാപനത്തിൽ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാൻ തൊഴിലുടമക്ക് അവകാശം കൊടുക്കുന്ന തരത്തിൽ നിയമ ഭേദഗതിയാണ്. A. കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. KV കൃഷ്ണൻ, CP നരേന്ദ്രൻ, P. കുമാരൻ നായർ, KV ഗംഗാധരൻ, K. മുരളീധരൻ, V. വത്സലൻ, P. അപ്പക്കുഞ്ഞി, K. ബാലകൃഷ്ണൻ, M. ദാമോദരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സംവാദം സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് കാസർഗോഡ് പ്രസ് ക്ലബ്ബും ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസും സംയുക്തമായി. ജില്ലയിൽ വൻ പാൻ മസാല വേട്ട. എക്സൈസ് സംഘം പിടിച്ചെടുത്തത് 372 പാക്കറ്റ് പാൻ മസാലകളും 2.5 കിലോ പുകയിലോൽപ്പന്നങ്ങളും. യോഗ നടപടികൾ ഓൺലൈനാക്കിയ ആദ്യ ജില്ല എന്ന അംഗീകാരവുമായി കാസർഗോഡ്. ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. ഉബൈദ് അനുസ്മരണവുമായി കാസർഗോഡ് സാഹിത്യവേദി. കവിയരങ്ങിലും അനുസ്മരണ യോഗത്തിലും പങ്കെടുത്തത് നിരവധി പേർ. KSRTC ജീവനക്കാരോടുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ. സെപ്റ്റംബർ മാസത്തെ ശമ്പളം ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യം. ഗാന്ധി സ്മൃതിയിൽ നാടും നഗരവും. വൈവിധ്യമായ പരിപാടികളുമായി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ. തേജസ്വിനിയെ ആവേശക്കടലാക്കി ഉത്തര മലബാർ ജലോത്സവം. മഹാത്മാഗാന്ധി ട്രോഫിക് മുത്തമിട്ടത് അഴീക്കോടൻ അച്ചാംതുരുത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.